ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ NIOS +2 സോഷ്യോളജിയിലെ ചാപ്റ്റർ 22 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. 22 ചാപ്റ്റർ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം നമ്മൾ വന്ന ജേണി 22ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു അധ്യയന വർഷത്തിന്റെ ഓൾമോസ്റ്റ് ഒരു ചാപ്റ്റേഴ്സോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പഠിക്കുന്ന ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രമാണ്. പഠിപ്പിക്കാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ പഠിച്ചെടുക്കുക എന്നുള്ള ആ ഡ്യൂട്ടി നിങ്ങൾക്കാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ചാപ്റ്റർ 22 സൊസൈറ്റി ആൻഡ് എൻവറോൺമെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഏതൊക്കെയായിരുന്നു? സൊസൈറ്റിയിലെ സോഷ്യൽ ഡീവിയൻസ് ആണ് നമ്മൾ നോക്കിയത്. സോഷ്യൽ ഡീവിയൻസ് എന്ന് പറയുമ്പോൾ സാമൂഹ്യ വ്യതിചലനം. അതിൽ നമ്മൾ ജുവനൈൽ അവരുടെ പ്രശ്നങ്ങള്, അവരുടെ അത് മാത്രമല്ല ആൽക്കഹോളിസം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാനുള്ളത് സൊസൈറ്റി ആൻഡ് എൻവറോൺമെന്റ് ചാപ്റ്റർ 22. ഇതിലും പതിവ് പോലെ 5 ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. 5 ക്വസ്റ്റ്യൻ പഠിക്കുക. essay ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്. ഈസി ആയിട്ടുള്ള ഒരു പാഠമാണ്. ഈസി എന്ന് പറഞ്ഞാൽ വെരി വെരി ഈസി. കാരണം നമ്മൾ ഡെയിലി ഓരോ ദിവസവും നമ്മൾ അറിയുന്നതും നമ്മുടെ സൊസൈറ്റിയിലെ നമ്മുടെ ആരുമായിട്ടാണ്, നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ഇടകലർത്തി നമ്മൾ സൊസൈറ്റിയും കൂടെ പഠിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അതാണ് പേര് തന്നെ എന്താണ്? സൊസൈറ്റി ആൻഡ് എൻവറോൺമെന്റ്. മനസ്സിലായോ? എൻവറോൺമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പരിസ്ഥിതിയാണ് അല്ലെ. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? നമ്മുടെ ചുറ്റുപാടും ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും ആയതും ഒക്കെ ഉള്ള ഒരു സറൗണ്ടിങ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്, ആണല്ലോ. നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ എൻവറോൺമെന്റ്. എന്താണ് പ്രകൃതി അല്ലെങ്കിൽ എന്താണ് പരിസ്ഥിതി എന്ന് പറയുന്നത്? രണ്ടാമത് എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് എൻവറോൺമെന്റ്. പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുക. അടുത്ത തേർഡ് വൺ ബയോസ്ഫിയർ. വാട്ട് ഈസ് ബയോസ്ഫിയർ? ഫോർത്ത് വൺ സോഷ്യോസ്ഫിയർ. വാട്ട് ഈസ് സോഷ്യോസ്ഫിയർ? അത് കഴിഞ്ഞ ശേഷം എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഓഫ് എൻവറോൺമെന്റ്. എന്തൊക്കെ ചേഞ്ചസ് ആണ് എൻവറോൺമെന്റിൽ ഉണ്ടായിട്ടുള്ളത്? ഇനി എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് എൻവറോൺമെന്റ് ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി. ഇത് നമ്മുടെ essay ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ എൻവറോൺമെന്റ്. എന്താണ് പരിസ്ഥിതി എന്നാണ്. ഈ പരിസ്ഥിതി എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. ഫ്രഞ്ച് വേർഡായ എന്താണ് ഒരു പദത്തിൽ നിന്നാണ്, ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എൻവറോൺമെന്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻവറോൺമെന്റ് എൻവറോൺ ENVIRON എന്ന് പറയുന്ന പദം ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ഉടലെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് എന്താണ്? സറൗണ്ടിങ്സ്. ഫ്രഞ്ച് വേർഡായ എൻവറോൺമെന്റ് എന്താണ് അർത്ഥം എന്ന് പറയുന്നത്? സറൗണ്ടിങ് അല്ലെങ്കിൽ ചുറ്റുപാട് എന്നാണ്. ക്ലിയർ അല്ലേ? ഒരു വൺ വേർഡ് അല്ലെങ്കിൽ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് വേർഡായ എൻവറോൺ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് എന്ത് വന്നത്? എൻവറോൺമെന്റ് എന്ന് പറയുന്ന പദം വന്നത്. മനസ്സിലായോ? നമുക്ക് ഈ എൻവറോൺമെന്റ് അല്ലെങ്കിൽ ഈ പരിസ്ഥിതിയെ നമുക്ക് എന്തായിട്ടൊക്കെ തിരിക്കാം? ഭൗതിക പരിസ്ഥിതി, അല്ലെങ്കിൽ എന്താണ് മെറ്റീരിയലിസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, പിന്നെ എന്താണ് സാംസ്കാരികപരമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ഭൗതിക പരിസ്ഥിതി എന്നും ജൈവിക പരിസ്ഥിതി എന്നും പിന്നെ സാംസ്കാരിക പരിസ്ഥിതി എന്നും നമുക്ക് തിരിക്കാനായിട്ട് കഴിയും. അപ്പൊ ഒന്നുകൂടെ എന്താണ് എൻവറോൺമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈസി ആയിട്ട് എഴുതുക? എൻവറോൺ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് എൻവറോൺമെന്റ് എന്ന് പറയുന്ന പദം വന്നത്. ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം എന്താണ്? സറൗണ്ടിങ്സ്, അല്ലെങ്കിൽ എന്താണ് ചുറ്റുപാട് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള പരിസ്ഥിതി ഉണ്ട്, അല്ലെങ്കിൽ 3 തരത്തിലുള്ള എൻവറോൺമെന്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ഭൗതികമായ പരിസ്ഥിതി, പിന്നെ എന്താണ് ജൈവികപരമായ പരിസ്ഥിതി, അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരികപരമായ പരിസ്ഥിതി. നമുക്ക് നോക്കാം എന്താണ് ഭൗതിക പരിസ്ഥിതി എന്ന് പറയുന്നത്. ഏതൊക്കെ വരും ഭൗതികപരമായിട്ടുള്ളത്? വായു. മനസ്സിലായോ? അതിനൊന്നും ജീവനില്ല അല്ലെ? വായു, അതുപോലെ തന്നെ ജലം, വാട്ടർ, അതുപോലെ ക്ലൈമറ്റ്, പിന്നെ എന്താണ് എയർ, അതുപോലെ തന്നെ റോക്ക് അല്ലെ, സ്മാൾ സ്റ്റോൺസ്, സോയില്, ഇതെല്ലാം എന്താണ് നമ്മുടെ ഭൗതിക പരിസ്ഥിതിയിൽ വരുന്നതാണ്. മനസ്സിലായോ? അപ്പൊ ജൈവിക ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ ഏതൊക്കെ വരും? മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ്, പ്ലാന്റ്സ്, ആനിമൽസ്, പിന്നെ എന്താണ് നമ്മുടെ ബിഗ് ആയിട്ടുള്ള ട്രീസ്, ഇതെല്ലാം ഏതിൽ വരും? നമ്മുടെ ജൈവിക പരിസ്ഥിതിയിൽ വരും.
തേർഡ് വൺ സാംസ്കാരിക പരിസ്ഥിതിയിൽ ഏതൊക്കെ വരും? ഒരു മനുഷ്യന് വെൽത്ത്, അതുപോലെ സോഷ്യൽ ആയിട്ടുള്ളതും രാഷ്ട്രീയപരമായ പൊളിറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്തിൽ വരും? നമ്മുടെ സാംസ്കാരിക പരിസ്ഥിതിയിൽ വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നുകൂടെ നമുക്ക് മൂന്നായിട്ട് ഒന്നുകൂടെ ഫസ്റ്റത്തെ ക്വസ്റ്റൻ ആയിട്ടേ ഉള്ളൂ. ഡിഫൈൻ എൻവറോൺമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പരിസ്ഥിതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പറയാനുള്ളത്? എൻവ്രോൺ അല്ലെ, ENVIRON അല്ലെ. എൻവോൺ എന്ന പദത്തിൽ നിന്ന്, ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് എൻവറോൺമെന്റ് എന്ന് പറയുന്ന പദം ഉണ്ടായത്. ക്ലിയർ അല്ലേ? ഇനി എന്താ നമ്മൾ പറയുന്നത്? അത് എവിടെ നിന്നാ എങ്ങനെയാ വന്നത്? സറൗണ്ടിങ്സ് ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സറൗണ്ടിങ്സ് ആണ്, ചുറ്റുപാട് എന്നാണ് അർത്ഥം. ക്ലിയർ? അടുത്ത് 3 തരത്തിലുള്ള എന്തുണ്ട്? എൻവറോൺമെന്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഭൗതിക പരിസ്ഥിതി, രണ്ടാമത്തത് എന്താണ്? നമ്മുടെ ബയോളജിക്കൽ ഫാക്ടർ അല്ലെങ്കിൽ ബയോളജിക്കൽ എൻവറോൺമെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ നമ്മുടെ ജൈവിക പരിസ്ഥിതി എന്നും മൂന്നാമത്തെ സാംസ്കാരിക പരിസ്ഥിതി എന്നും പറയും. ഇതിൽ ഒന്നാമത്തെ ഭൗതിക പരിസ്ഥിതിയിൽ എന്തൊക്കെ വരും? നമുക്ക് വായു വരും അല്ലെ. വായു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന എയർ, വാട്ടർ വരും, പിന്നെ എന്ത് വരും? ക്ലൈമറ്റ് വരും, പിന്നെ റോക്ക് വരും, പിന്നെ സ്മോൾ സ്റ്റോൺസ് വരും, ഇതെല്ലാം സോയിൽ വരും. ഇതെല്ലാം നമ്മുടെ ഭൗതിക, കാരണം നമുക്കത് അതിനൊന്നും ജീവനില്ലാത്ത അതിനെല്ലാം നമുക്ക് എന്ത് വിളിക്കാം? ഭൗതിക പരിസ്ഥിതി എന്ന് വിളിക്കാം. അടുത്ത ജൈവിക പരിസ്ഥിതി, അതിൽ തന്നെ ജൈവിക ജീവനുള്ളവ അല്ലേ. അതിലെന്തൊക്കെ വരും? നമുക്ക് ഹ്യൂമൻ ബീയിങ് വരും, പിന്നെ എന്താണ്? വൃക്ഷങ്ങൾ വരും അല്ലെ, ട്രീസ് വരും, പ്ലാന്റ്സ് വരും, ആനിമൽസ് വരും. ഇതെല്ലാം എന്തിൽ വരും? ബേർഡ്സ് വരും. ഇതെല്ലാം എന്തിൽ വരും? ജൈവിക പരിസ്ഥിതി അല്ലെങ്കിൽ ബയോളജിക്കൽ എൻവറോൺമെന്റ് എന്ന് പറയാം. ഇനി തേർഡ് വൺ എന്താണ്? സാംസ്കാരിക അല്ലെങ്കിൽ കൾച്ചറൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരുന്നത്? നമുക്ക് അതിൽ സമ്പത്ത്, അതുപോലെ തന്നെ എന്താണ് സമ്പത്ത് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? നമ്മുടെ വെൽത്തും കാര്യങ്ങളും അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങൾ ഒക്കെ വരുന്നത് നമ്മുടെ എന്തിലാണ്? നമ്മുടെ സാംസ്കാരിക പരിസ്ഥിതിയിലാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ സമ്പത്ത്, അതുപോലെ തന്നെ ഇക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലായിട്ടുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം നമ്മുടെ എന്തിൽ വരും? സാംസ്കാരിക പരിസ്ഥിതിയിൽ വരും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു 4 മാർക്കിനോ ഒരു 5 മാർക്കിനോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾ അത് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അതായത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ സ്റ്റേജസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് എൻവറോൺമെന്റ്. ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്ക്രൈബ് ദ സ്റ്റേജസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് എൻവറോൺമെന്റ്. മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയൊക്കെയാണ്. മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഒരു മനുഷ്യൻ, നമുക്കറിയാം പാലിയോലിത്തിക്കും നിയോലിത്തിക്കും മെസോലിത്തിക്കും ഒക്കെ നമ്മൾ പഠിച്ചവരാണ് അല്ലെ. അത് പഠിച്ചു വന്നപ്പോൾ നമുക്ക് അറിയാൻ പറ്റി മനുഷ്യൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സൊസൈറ്റിയുമായിട്ട് വളരെയധികം അഭേദ്യമായ ഒരു ബന്ധം ഉണ്ട് അല്ലെ. ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ. എന്തൊക്കെയാണ് അവരുടെ ബന്ധമായിരുന്നത്? അവർ ആദ്യമേ തന്നെ എന്താ ചെയ്തത്? റിവേഴ്സിന്റെ സൈഡ്സ് ഒക്കെ എന്ത് ചെയ്തു? കൾട്ടിവേഷൻ തുടങ്ങി, പിന്നെ താമസിക്കാനായിട്ട് തുടങ്ങി അല്ലെ. അലഞ്ഞു തിരിഞ്ഞ് നടന്നവരാണെങ്കിൽ അവർ എന്ത് ചെയ്തു? ഒരുമിച്ച് നടക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ഇതെല്ലാം അവിടെ തുടക്കത്തിലെ എന്ത് ചെയ്തു? സംഭവിച്ച കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് നോക്കാം, ഡിസ്ക്രൈബ് ദ സ്റ്റേജസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് എൻവറോൺമെന്റ്. എങ്ങനെ നോക്കാം? ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗാദറിങ്. എങ്ങനെയാണ് ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗാദറിങ്? വേട്ടയാടലും അതുപോലെ തന്നെ ഭക്ഷ്യ ശേഖരണവും. ഇതൊക്കെ ആർക്കുണ്ടായിരുന്നു? തുടക്കത്തിൽ തന്നെ ആർക്കുണ്ടായിരുന്നു? നമ്മുടെ മനുഷ്യർക്ക് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗാദറിങ്. പിന്നെ എന്താണ്? മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ്. മനുഷ്യൻ പ്രകൃതിയിലോട്ട് ഇറങ്ങിയല്ലേ ഹണ്ടിങ് ചെയ്യുന്നത്, വേട്ടയാടുന്നത്. അപ്പൊ മനുഷ്യന് ആരുമായിട്ട് ബന്ധമുണ്ട്? നമ്മുടെ സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ എന്താണ് പ്രകൃതിയുമായിട്ട് എന്തുണ്ട്? ബന്ധമുണ്ട്. അങ്ങനെ അവർ തമ്മിൽ എന്ത് ചെയ്തു? ഒരു അഭേദ്യമായ ബന്ധം അവിടെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗാദറിങ് എന്ന് പറയും. ഫുഡ് ഗാദറിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? മനുഷ്യൻ എന്ത് ചെയ്തു? ആഹാരം തേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ആഹാരം ശേഖരിക്കാനായിട്ട് ഓരോ സ്ഥലങ്ങളിലോട്ട് പോകുന്നുണ്ട്. അതെങ്ങനെയാ പറയുന്നത്? ഫുഡ് ഗാദറിങ് എന്നാണ് പറയുന്നത്. ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗാദറിങ്, വേട്ടയാടലും ഭക്ഷ്യ ശേഖരണവും എന്ന് പറയും. രണ്ടാമത്തേത് അനിമൽ ഡൊമസ്റ്റിക്കേഷൻ. അനിമൽ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? മൃഗങ്ങളെ എന്ത് ചെയ്തു? അവർ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. അതായത് തുടക്കത്തില് അവർക്ക് മൃഗങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ നമുക്കറിയാം പാലിയോലിത്തിക്കിൽ നിന്ന് മെസോലിത്തിക്കിലോട്ട് എത്തിയപ്പോൾ അവർ എങ്ങനെ തുടങ്ങി? മൃഗങ്ങളെയൊക്കെ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. അപ്പൊ സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ എന്താണ് എൻവറോൺമെന്റുമായിട്ട് ബന്ധം ഉണ്ടോ ഇല്ലയോ? ഉണ്ട് അല്ലെ. എൻവറോൺമെന്റുമായിട്ട് ഒരു അഭേദ്യമായ ഒരു ബന്ധം അവിടെ എന്ത് ചെയ്യുന്നു? കാണാൻ കഴിഞ്ഞു. അതാണ് അനിമൽ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്ലാന്റ് ഡൊമസ്റ്റിക്കേഷൻ ആൻഡ് അഗ്രികൾച്ചർ. പ്ലാന്റ് ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ചെറിയ ചെറിയ സസ്യങ്ങളെ എല്ലാം അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? നട്ടു വളർത്താനായിട്ട്, അതിനെ പരിപാലിക്കാനായിട്ട് തുടങ്ങി, പിന്നെ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി അല്ലെ. ആദ്യം വേട്ടയാടി
പിന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്തി, പിന്നെ അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു, സസ്യങ്ങളെ എന്ത് ചെയ്തു, പരിപാലിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് പ്ലാന്റ് ഡൊമസ്റ്റിക്കേഷൻ ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രി. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താണ്, ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അല്ലെ. പിന്നെ എന്താണ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ വ്യവസായങ്ങളും ഒക്കെ എന്ത് ചെയ്തു, ഉടലെടുത്തു. ക്ലിയർ ആവുന്നുണ്ട്? സയൻസ് ആൻഡ് ടെക്നോളജി ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്, മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയല്ലേ. മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ വ്യവസായശാലകളിൽ എന്താ ചെയ്തു, മൺപാത്ര നിർമ്മാണം, അതുപോലെ തന്നെ പായ നിർമ്മാണം, തുകൽ നിർമ്മാണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോയപ്പോ അത് എന്തുമായിട്ട് കണക്ട് ചെയ്തു, വ്യവസായ മേഖലകൾ ഉദയം ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്തു, കാരണമായി. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. നിങ്ങൾ 4 പോയിന്റ് പഠിച്ചു വെക്കുക. ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗാദറിങ്, സൊസൈറ്റിയുമായിട്ട് മനുഷ്യനുണ്ടാകുന്ന ബന്ധമാണ് ചോദിക്കുന്നത്, റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ എങ്ങനെ പറയും, ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗാദറിങ്. പിന്നെ രണ്ടാമത്തേത് അനിമൽ ഡൊമസ്റ്റിക്കേഷൻ. അനിമൽ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, മൃഗങ്ങളെ എന്ത് ചെയ്യാൻ തുടങ്ങി, വേട്ടയാടാനായിട്ട് തുടങ്ങി അല്ലെ. മൃഗങ്ങളെ വേട്ടയാടാനായിട്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ ശേഷം മൃഗങ്ങളെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. അതാണ് അനിമൽ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത്. വേട്ടയാടിയതിനു ശേഷം അനിമൽസിനെ എന്ത് ചെയ്തു, ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. പ്ലാന്റ് ഡൊമസ്റ്റിക്കേഷൻ. പ്ലാന്റ് ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ സസ്യങ്ങളെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ മൃഗങ്ങളെ ഇണക്കി വളർത്തിയതുപോലെ തന്നെ സസ്യങ്ങളെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. ഡൊമസ്റ്റിക്കേഷന്റെ അർത്ഥം അതാണ്. പക്ഷെ സസ്യങ്ങളെ എന്ത് ചെയ്തു, അവർ പരിപാലിക്കുകയും കൃഷിയിലോട്ട് തിരികുകയും ചെയ്തു. നമുക്കറിയാം തുടക്കത്തിൽ നെല്ല് കാര്യങ്ങളൊക്കെ അവർ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. നാലാമത് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രി. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താണ്, സയൻസ് അല്ലെ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും അതുപോലെ തന്നെ വ്യവസായ മേഖലകളിലും ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് ഉണ്ടായി. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇവരുടെ പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയിലെ എൻവറോൺമെന്റുമായിട്ട് എന്തൊക്കെ ബന്ധമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും, ഹണ്ടിങ് ആൻഡ് ഗ്യാദറിങ്. ഇത്ര എഴുതാലോ, ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗ്യാദറിങ്. രണ്ടാമത്തത് അനിമൽ ഡൊമസ്റ്റിക്കേഷൻ ആൻഡ് എന്താണ്, അനിമൽ ഡൊമസ്റ്റിക്കേഷൻ ആൻഡ് പ്ലാന്റ് ഡൊമസ്റ്റിക്കേഷൻ ആൻഡ് അഗ്രികൾച്ചർ. അടുത്തത് എന്താണ്, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രി. ഇതെല്ലാം ഇവരുടെ എന്താണ്, പ്രധാനപ്പെട്ട എന്താണ്, റിലേഷൻഷിപ്പ് ആയിരുന്നു. മനുഷ്യന് സൊസൈറ്റിയിലെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധമാണ്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് വാട്ട് ഈസ് ബയോസ്ഫിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബയോസ്ഫിയർ? ബയോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്, ബയോസ്ഫിയർ ജീവമണ്ഡലം എന്നാണ് പറയുന്നത് അല്ലെ. എന്താണ്, ജീവജാലങ്ങളെല്ലാം ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ജീവജാലങ്ങളെല്ലാം ഒരുമിച്ച് ജീവിക്കുന്നതിനെ എന്ത് വിളിക്കുന്നു, ജീവമണ്ഡലം എന്ന് വിളിക്കുന്നു. ജീവജാലങ്ങൾ എങ്ങനെയാ താമസിക്കുന്നത്, ഒരുമിച്ചാണ്. ഒരുമിച്ച് എന്ന് പറയുമ്പോൾ അവിടെ വേർതിരിവുണ്ട്. സൊസൈറ്റി, നമ്മൾ പ്രകൃതിയിലോട്ട് നോക്കി നോക്ക്, ഒരു സൈഡിൽ കൂടെ എന്തുണ്ട്, ബേർഡ്സ് ഉണ്ട്, ഒരു സൈഡിൽ കൂടെ ആനിമൽസ് ഉണ്ട്, ഒരു സൈഡിൽ പ്ലാന്റ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ കാണുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ്. ഇതിനെ എന്ത് വിളിക്കുന്നു, നമ്മൾ ജീവമണ്ഡലം അല്ലെങ്കിൽ എന്താണ്, ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ജീവജാലങ്ങള് ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ബയോസ്ഫിയർ അല്ലെങ്കിൽ ജീവമണ്ഡലം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്തതുമായ ധാരാളം എന്തുണ്ട്, ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുപാടും കാണാനായിട്ട് കഴിയും. ഇതെല്ലാം എവിടെയുള്ളതാണ്, നമ്മുടെ പ്രകൃതിയിലുള്ളതാണ്. ഇവരെല്ലാരും കൂടെ കൂട്ടിയിണക്കുന്ന ആ ഒരു സെക്ടറിനെ എന്ത് വിളിക്കുന്നു, ദാറ്റ് ഈസ് കാൾഡ് എന്താണ്, നമ്മുടെ ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, സോഷ്യോസ്ഫിയർ. തിരിച്ച് നേരെ ഓപ്പോസിറ്റ് ആണ്. ബയോസ്ഫിയർ ഒന്ന്, സോഷ്യോസ്ഫിയർ ഒന്നാണ്. അപ്പൊ ബയോസ്ഫിയർ പഠിച്ചു കഴിഞ്ഞിട്ട് തെറ്റിച്ച് എഴുതി വെക്കരുത്. സോഷ്യോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്, സാമൂഹ്യ മണ്ഡലം എന്നാണ് പേര്. സോഷ്യോസ്ഫിയറിന്റെ അർത്ഥം സാമൂഹ്യ മണ്ഡലം എന്നാണ്. എങ്ങനെയാണ്, മനുഷ്യനൊരു എന്താണ്, മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്നാണ് അല്ലെ. മാൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സോഷ്യൽ അനിമൽ ആണ്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അവൻ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കഴിയുന്ന ആ മേഖലയിൽ അവൻ അവൻ്റെതായ എന്തുണ്ട്, സമൂഹത്തിന് ഒരു ഫാക്ടർ ഉണ്ട്, ഒരു സെക്ടർ ഉണ്ട്, സൊസൈറ്റിയിൽ എന്താണ്, ഒരു സാംസ്കാരികപരമായ ഘടകങ്ങളുണ്ട് അല്ലെ, കൾച്ചറായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ഉള്ള ആ ഒരു മണ്ഡലത്തെയാണ് എന്ത് വിളിക്കുന്നത്, സോഷ്യോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നുകൂടെ നോക്കിക്കേ, ബയോസ്ഫിയർ ഉണ്ട്, സോഷ്യോസ്ഫിയർ ഉണ്ട്. ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്, ജീവജാലങ്ങള് ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഇനി ജീവജാലങ്ങളെ പോലെ എന്താണ്, മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച്, മാൻ ഈസ് എ സോഷ്യൽ അനിമൽ അല്ലെ. മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഒരു സാമൂഹ്യ ജീവിയായി മനുഷ്യന് ഒരുമിച്ച് ജീവിക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നു, സോഷ്യോസ്ഫിയർ. മനസ്സിലായോ? ജീവജാലങ്ങൾ താമസിക്കുന്നത് എന്താണ്, ബയോസ്ഫിയർ. മനുഷ്യൻ താമസിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യ സാമൂഹ്യ ജീവിയാണ്, അവൻ താമസിക്കുന്നതിനെ എന്ത് വിളിക്കുന്നു, സോഷ്യോസ്ഫിയർ. അവൻ അവൻ്റെതായ സാംസ്കാരികപരമായും രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ മതപരമായ ഒരു എന്താണ്, ഘടനയുണ്ട്. മനസ്സിലായോ? ഇതാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യോസ്ഫിയർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?
ഓക്കെ ആണോ? അപ്പൊ 3 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. എന്താണ് എൻവറോൺമെന്റ് നോക്കി. എന്താണ് എൻവറോൺമെന്റ്? ഒന്നുകൂടെ ഓർത്ത് പറയാൻ ശ്രമിച്ചേ. എൻവറോൺ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് അല്ലെ, ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് എന്തുണ്ടായത്? എൻവറോൺമെന്റ് എന്ന് പറയുമ്പോൾ അത് ഉണ്ടായതും അതിന്റെ മീൻസ് എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്? സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ചുറ്റുപാടെന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ? അപ്പോ അത് കഴിഞ്ഞ ശേഷം എന്താ പറഞ്ഞത്? അതിൽ തന്നെ 3 തരത്തിലുണ്ട്. എങ്ങനെയൊക്കെയാണ്? ജൈവിക പരിസ്ഥിതി, ഭൗതിക പരിസ്ഥിതി, പിന്നെ എന്താണ് നമ്മുടെ സാംസ്കാരിക പരിസ്ഥിതി. അതിൽ ജൈവിക പരിസ്ഥിതിയിൽ ഏതൊക്കെ വരും? ജൈവിക പരിസ്ഥിതിയിൽ ഹ്യൂമൻ ബീയിങ് വരും, പിന്നെ എന്താണ് പ്ലാന്റ്സ് വരും, അനിമൽസ് വരും, ജീവനുള്ള എന്തും മൃഗങ്ങൾസ് വരും, അല്ലെങ്കിൽ എന്താണ് മൃഗങ്ങൾ വരും, സസ്യങ്ങൾ വരും. ഇതെല്ലാം എവിടെ വരും? ജൈവിക പരിസ്ഥിതി. ഭൗതിക പരിസ്ഥിതിയിലോ വായുവാണ് അല്ലെ, എയർ, അതുപോലെ തന്നെ വാട്ടർ, പിന്നെ എന്താണ് ക്ലൈമറ്റ്, പിന്നെ പാറ, അതുപോലെ കല്ല്, മണ്ണ്, ഇതെല്ലാം എന്തിൽ വരും? ഭൗതിക പരിസ്ഥിതിയിലാണ്. ഇനി സാംസ്കാരിക പരിസ്ഥിതിയിൽ എങ്ങനെയാണ്? സമ്പത്ത്, സാമൂഹിക രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സാംസ്കാരിക പരിസ്ഥിതിയിലോട്ട് വരും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേജസ് പഠിച്ചു. ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ് മാൻ ആൻഡ് എൻവറോൺമെന്റ്. ക്ലിയർ അല്ലേ? മാനും അതുപോലെ തന്നെ എൻവറോൺമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗാദറിംഗ് ആണ് അല്ലെ. ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗാദറിംഗ്, വേട്ടയാടലും ഭക്ഷ്യശേഖരണവും ഉണ്ട്. പിന്നെ അനിമൽ ഡൊമസ്റ്റിക്കേഷൻ ആണ്, പ്ലാന്റ് ഡൊമസ്റ്റിക്കേഷൻ ആൻഡ് അഗ്രികൾച്ചർ ആണ്, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രി ആണ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ബയോസ്ഫിയർ നോക്കി. എന്തൊക്കെയാണ് ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ? ജീവജാലങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ സാമൂഹ്യ മണ്ഡലം എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അവൻ എന്താണ്? അവൻ്റെതായ ഘടനയും അതുപോലെ സാംസ്കാരികപരമായ കാര്യങ്ങളുണ്ട്. അതിനെ എന്ത് വിളിക്കുന്നു? സോഷ്യോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അടുത്തത് എന്താണ് നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഓഫ് എൻവറോൺമെന്റ്. എൻവറോൺമെന്റിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്? ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എന്താണ്? ധാരാളം ചേഞ്ചസ് ഉണ്ടല്ലേ. നമ്മുടെ പരിസ്ഥിതി ഓരോ ദിവസം ചെല്ലും തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? മലിനീകരണത്തിലൂടെയും അതുപോലെ തന്നെ പല ഘടകങ്ങളിലൂടെയും പൊക്കോണ്ടിരിക്കുകയാണ്. അത് എന്തൊക്കെയായിരിക്കും ചേഞ്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഒന്നാമത്തേത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്, കാലാവസ്ഥ മാറ്റങ്ങൾ. രണ്ടാമത്തേത് എന്താണ്? പൊല്യൂഷൻ അല്ലെ, പലതരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ നാച്ചുറലി ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാകുന്ന പ്രകൃതിയിൽ എന്താണ്? ഒരുപാട് ഘടകങ്ങൾ മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടായിട്ടുണ്ട്. നാച്ചുറൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷന്റെ അർത്ഥം എന്താണ്? മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്ന ആ ഒരു രീതി. അത് കഴിഞ്ഞ ശേഷം അർബനൈസേഷൻ അല്ലെ, നഗരവൽക്കരണം. പിന്നെ ഗ്ലോബൽ വാർമിംഗ്, ധാരാളം എന്താണ്? ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം എന്ന് പറയും. പിന്നെ ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ധാരാളം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ടല്ലേ ഉണ്ടാകുന്നത്. മനുഷ്യൻ പ്രകൃതിയെ ഒട്ടും തന്നെ എന്ത് ചെയ്യുന്നില്ല? സ്നേഹിക്കുകയും ചെയ്യുന്നില്ല, സംരക്ഷിക്കുകയും ചെയ്യുന്നില്ല അല്ലെ. നമ്മള് എല്ലാ ഇങ്ങനെ പരിസ്ഥിതി ദിനത്തിനൊക്കെ പരിസ്ഥിതിയെ ഞങ്ങൾ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെ വാതോരത പറയും. പക്ഷെ നമ്മൾ അത് എത്രത്തോളമാണ് അത് ലൈഫിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് കുറച്ച് കഷ്ടമാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഓഫ് എൻവറോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ചേഞ്ചസ് ഓഫ് എൻവറോൺമെന്റ് ഏതൊക്കെയാണ്? കാലാവസ്ഥ അല്ലെ. കാലാവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്? ധാരാളം എന്താണ്? നമ്മുടെ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റമുണ്ട്, ഒരുപാട് മാറ്റം. നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായി ധാരാളം എന്തുണ്ട്? മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പണ്ട് കാലഘട്ടത്തിൽ ഓരോ ക്ലൈമറ്റിനും ഓരോ സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി, മഴ ലഭിക്കാതെയായി, അതികഠിനമായ ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി അല്ലെ. ഇതൊക്കെ എന്താണ്? മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്നതിന്റെ എന്താണ്? ഭവിഷ്യത്തുകളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയ കാലാവസ്ഥ, എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഓഫ് എൻവറോൺമെന്റ് എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ക്ലൈമറ്റ്, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. പൊല്യൂഷൻ, ധാരാളം പൊല്യൂഷൻ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ? എയർ പൊല്യൂഷൻ ഉണ്ട്, സോയിൽ പൊല്യൂഷൻ ഉണ്ട്, പിന്നെ സൗണ്ട് പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, നോയിസ് പൊല്യൂഷൻ ഉണ്ട്. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? പൊല്യൂഷനിലോട്ട് വരുന്നതാണ്. നാച്ചുറൽ ഫാക്ടേഴ്സ്, പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും പ്രകൃതിയിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അതിപ്പോ നമ്മുടെ ചന്ദ്രനായാലും സൂര്യനായാലും മറ്റു ഗ്രഹങ്ങൾക്കായാലും നക്ഷത്രങ്ങൾക്കായാലും ഒക്കെ എന്തുണ്ടാകുന്നു? ധാരാളം ചേഞ്ചസ് ഉണ്ടാകുന്നു. കാരണം മനുഷ്യന്റെ പ്രവർത്തനം മൂലം ധാരാളം കാര്യങ്ങൾ. ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം അല്ലെ, ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ അല്ലെ, ശോഷണം, ഇതെല്ലാം എന്താണ്? മനുഷ്യന്റെ ഓരോ അനധികൃതമായ ഇടപെടലുകൾ കൊണ്ടാണ്. അടുത്ത ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വെട്ടി നശിപ്പിക്കുന്നുണ്ട്. അർബനൈസേഷൻ, നഗരവൽക്കരണം അല്ലെ. എങ്ങനെയാണ് നഗരവൽക്കരണം ഉണ്ടാവുന്നത്? ധാരാളം എന്താണ്? പാടങ്ങളും കൃഷിസ്ഥലങ്ങളും വയലേലുകളും എല്ലാം എന്ത് ചെയ്തു? നശിപ്പിച്ചിട്ട് അവിടേക്ക് ബഹുനില കെട്ടിടങ്ങൾ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. മനസ്സിലായോ? ഇതിനെയാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. ധാരാളം എന്താണ്? വയലേലകളും അതുപോലെ തന്നെ എന്താണ്?
കെട്ടിടങ്ങളും ഒക്കെ എന്ത് ചെയ്തു കൊണ്ടുവരികയാണ് അല്ലെ, അവിടേക്ക് എന്ത് ചെയ്യുന്നു കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മുടെ കൃഷിസ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്തു അപ്പാടെ നശിപ്പിക്കുന്ന ഒരു കാര്യം ഇതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രകൃതി ദുരന്തങ്ങൾ. നമ്മൾ വിചാരിക്കാതിരിക്കുക പ്രകൃതി ദുരന്തങ്ങൾ, പ്രളയം അല്ലേ 2012 പ്രളയം, അതുപോലെ തന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ തന്നെ നമ്മുടെ വയനാട്ടിലുണ്ടായ മുണ്ടക്കയിലൊക്കെ ഉണ്ടായ എന്താണ് ഉരുൾപൊട്ടല്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? അശാസ്ത്രീയമായ ഇടപെടലുകൾ കൊണ്ട്, കുന്നിടിച്ചില് അല്ലെ, അതുപോലെ തന്നെ എന്താണ് പ്രകൃതിയോട് കാണിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രകൃതി തിരിച്ച് നമുക്ക് എന്ത് തരുന്നത്? ദോഷമായിട്ട് സംഭവിപ്പിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്? ചേഞ്ചസ് ആണ്. നമ്മളിപ്പോ പ്രകൃതിയെ സ്നേഹിക്കുന്നില്ല. പ്രകൃതിയിൽ നിന്ന് എല്ലാം നമ്മൾ എന്താണ് എക്സ്പ്ലോയിറ്റ് ചെയ്തെടുക്കുകയാണ്, ചൂഷണം ചെയ്തെടുത്തിട്ട് പ്രകൃതിയെ എന്ത് ചെയ്യുന്നു? നമ്മള് ഒട്ടുമേ സംരക്ഷിക്കാതിരിക്കുമ്പോൾ പ്രകൃതി ചില തിരിച്ചടികളൊക്കെ നമുക്ക് നടത്താറുണ്ട്. അങ്ങനെ നടത്തുന്നതാണ് എന്ത് നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയും. ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ പ്രളയമാകാം, വെള്ളപ്പൊക്കമാകാം, മണ്ണിടിച്ചിലാകാം, ഉരുൾപൊട്ടലാകാം അല്ലെ, ഇടിമിന്നലാകാം. ഇതെല്ലാം എന്താണ് പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളായിട്ട് കണക്കാക്കുന്നു. ഇതെല്ലാം ഒരു പരിധി വരെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഓഫ് എൻവയോൺമെന്റ് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങളുടെ ഒരു ബ്രെയിൻ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാന്നുള്ളതേ ഉള്ളൂ ഇതൊക്കെ അല്ലെ. കാലാവസ്ഥ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് കണ്ടില്ലേ, നമ്മൾ ടിവിയിലൊക്കെ കണ്ടതാണ്, സൂര്യാഘാതം ഏറ്റു, എന്താണ് പൊള്ളലേറ്റു, സൂര്യാഘാതമേറ്റു മരിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അതികഠിനമായ പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന ക്രൂരതയ്ക്ക് പ്രകൃതി കുറെ തിരിച്ചടികൾ നമുക്കായിട്ട് തരുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ചേഞ്ചസ്, പ്രകൃതിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഏതൊക്കെയാണ്? കാലാവസ്ഥാ മാറ്റം അല്ലെ, ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ പൊല്യൂഷൻ, ധാരാളം പൊല്യൂഷൻ. നമുക്കറിയാം വെഹിക്കിളിൽ നിന്നുള്ളതും ഫാക്ടറികളിൽ നിന്നുള്ള പുകയൊക്കെ ശ്വസിച്ചാൽ നമുക്ക് ധാരാളം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. നാച്ചുറൽ ഫാക്ടേഴ്സ്, പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഫാക്ടേഴ്സ്, അർബനൈസേഷൻ, നഗരവൽക്കരണം, പിന്നെന്താണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നു. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ ആഗോളതാപനം. ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ധാരാളം പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട്. ഇതാണ് ചേഞ്ചസ് ഓഫ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഇനി എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് എഫക്ട് ഓഫ് എൻവയോൺമെന്റ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി എന്നാണ്. മനുഷ്യന്റെ എന്തൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത്? പ്രകൃതിയിൽ നിന്ന് നമുക്ക് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എയർ പൊല്യൂഷൻ, നമുക്ക് നല്ല ശ്വസിക്കാനുള്ള വായു ഇപ്പൊ ലഭിക്കാതെ ആയി. ഡൽഹിയിലെല്ലാം നമുക്കറിയാമല്ലോ അല്ലെ, ഓക്സിജൻ എന്താണ് പാർലറുകൾ വരെ എന്ത് ചെയ്തു ഉടലെടുക്കുന്ന കാലഘട്ടമായി. കാരണം അത്രയ്ക്ക് എന്താണ് അവിടെ എയർ പൊല്യൂഷൻ ആണ് അല്ലെ, വായു മലിനീകരണമാണ് അല്ലെ. സ്കൂളുകൾക്ക് അവധി കൊടുക്കുന്നു, കോളേജുകൾക്ക് അവധി കൊടുക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പ്രകൃതിയിലോട്ട് നാം കാണിക്കുന്ന ക്രൂരതകൾക്ക് തിരിച്ചടിയാണ് അല്ലെ. അതാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ. വായു മലിനീകരണമാണ്. ഡൽഹിയിലൊക്കെ യാത്ര ചെയ്യുന്നവർ വളരെയധികം റിസ്ക് എന്ത് ചെയ്യുന്നു അനുഭവപ്പെടുന്നു അല്ലെ. യാത്ര ചെയ്യാനും അതുപോലെ ഓരോ ആക്ടിവിറ്റികളിൽ ഏർപ്പെടാനും നിരത്തിലൂടെ നടന്നു പോകാനും ഇതിന് വാഹനങ്ങളിൽ പോലും യാത്ര ചെയ്യാൻ അവർക്ക് വളരെയധികം എന്താണ് ബുദ്ധിമുട്ട്. മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് അവർ അത്രയ്ക്കും പൊടി പടലങ്ങൾ കൊണ്ട് ഡൽഹിയെ മൂടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ് ഒരു എയർ പൊല്യൂഷൻ. അതുപോലെ ഇവിടെ ഇല്ലേ നമുക്ക്, അത് എന്തുകൊണ്ടാണ് വരുന്നത്? വാഹനങ്ങളിൽ നിന്നുള്ള പുക, ഫാക്ടറികളിൽ നിന്നുള്ള പുക, ഓസോൺ പാളിക്ക് ഉണ്ടാകുന്ന ശോഷണം അല്ലെ. നമ്മൾ ഒരുപാട് കൂട്ടിയിട്ട് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ കത്തിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വിഷപ്പുക എവിടേക്ക് പോകുന്നുണ്ട്? അന്തരീക്ഷത്തിലോട്ട് പോവുകയും അന്തരീക്ഷത്തിലെ ചെറു കണികകളുമായി കൂടിച്ചേർന്ന് എന്താ സംഭവിക്കുന്നേ? മലിനീകരണമായ അവസ്ഥയിലോട്ട് പോവുകയും കിട്ടുന്ന വായു എങ്ങനെയാ പോകുന്നത്? മലിനമായി പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതാണ് എയർ പൊല്യൂഷൻ എന്ന് പറയാൻ കാരണം. ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ട്? വായു മലിനീകരണം എങ്ങനെയൊക്കെ, അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം? വാഹനങ്ങളെ എന്ത് ചെയ്യുക, യഥാസമയം എന്ത് ചെയ്യുക, ക്ലീനിങ് കാര്യങ്ങളും ചെയ്യുക. അതിൽ നിന്നുള്ള പുകയും പടലങ്ങളും ഒന്നും എന്ത് ചെയ്യില്ല, നമ്മുടെ പ്രകൃതിയിലോട്ട് വമിക്കാത്ത രീതിയിൽ ആക്കിയെടുക്കുക. പ്ലാസ്റ്റിക്കുകൾ നമ്മൾ എന്ത് ചെയ്യും കൂട്ടിയിട്ട് കത്തിക്കുന്ന ഏർപ്പാട് നിർത്തുക അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എയറിനെ നമുക്ക് നല്ല ശുദ്ധമായ വായു നമുക്ക് ശ്വസിക്കാൻ ധാരാളം മരങ്ങളെ വച്ച് നട്ടുപിടിപ്പിക്കുക അല്ലെ. മരങ്ങളാണ് നമ്മുടെ ഓക്സിജൻ തരുന്ന ദാതാവ് എന്ന് പറയുന്നത്. അപ്പൊ മരങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, നട്ടുപിടിപ്പിക്കുക, അതിനെ പരിപാലിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾക്ക് ശുദ്ധമായ വായു ലഭിക്കാനായിട്ട് കഴിയും. മനസ്സിലായി? ഇനി അടുത്ത സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സൗണ്ട് പൊല്യൂഷൻ ധാരാളം എന്താണ് ഒച്ചയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഉച്ചത്തില് എന്ത് ചെയ്യും? പാട്ടും കാര്യങ്ങളും വയ്ക്കുക അല്ലെ. പാട്ട് മാത്രമല്ല, പ്രസംഗമാവാം, ക്ഷേത്രങ്ങളിലാവാം, ചർച്ചുകളിലാവാം, എവിടെയെങ്കിലും ഏതെങ്കിലും പാർട്ടി കാര്യങ്ങളിലാവാം, എന്തിലെങ്കിലും ഒക്കെ എന്താണ് ഒത്തിരിയുമായിട്ടുള്ള എന്താണ് സൗണ്ടുകൾ എന്ത് ചെയ്യുക വയ്ക്കുക. അപ്പോൾ ഇത് ചില പേഷ്യൻസിന്
ഹാർട്ട് പരമായിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് ക്യാൻസർ RCC പോലുള്ളവരൊക്കെ അഭയം തേടിയിരുന്നവർക്കൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. സൗണ്ട് പൊല്യൂഷൻ ആണ്. അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് സംഭവിക്കാം. അവർക്ക് എന്താണ് വളരെ ശാന്തമായിട്ട് റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈം ആയിരിക്കും. അപ്പൊ ഇത് സൗണ്ട് പൊല്യൂഷൻ എന്താണ് ഒരു പരിധിവരെ പ്രകൃതിക്ക് ദോഷമാണ്. മനസ്സിലാവുന്നുണ്ടോ? സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒത്തിരിമാരമായിട്ടുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഡെസിബലിന് അപ്പുറം എന്തുണ്ട്, നമുക്ക് ഒത്തിരി എന്താണ് സൗണ്ടിൽ പാട്ടുകളും കാര്യങ്ങളും വെക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ എന്താണ് ദോഷം ചെയ്യും. സോയിൽ പൊല്യൂഷൻ എന്താണ്? സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. പ്ലാസ്റ്റിക് എല്ലാം എന്താണ് വലിച്ചെറിയുന്നതിലൂടെ വലിച്ചെറിയുന്നതിലൂടെ മണ്ണിന്റെ ഫലപുഷ്ടത എന്ത് ചെയ്യും? നഷ്ടപ്പെടുന്നുണ്ട്. മണ്ണിന്റെ ഫലപുഷ്ടത എന്ത് ചെയ്യും? നഷ്ടപ്പെടും. മണ്ണിൽ എന്താണ് വളക്കൂറുള്ള മണ്ണിന്റെ അംശം കുറയുന്നതിന് ഇടയാകും. മനസ്സിലായോ? ഇതാണ് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. സോയിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മണ്ണ് എന്ത് ചെയ്യുന്നു? മലിനീകരണത്തിന് വിധേയമാകുന്നു. മണ്ണ് എന്ത് ചെയ്യുന്നു? മലിനീകരിക്കപ്പെടുകയാണ്. മണ്ണ് മലിനീകരണം നമ്മൾ വായു മലിനീകരണം പഠിച്ചതുപോലെയും അതുപോലെ സൗണ്ട് പൊല്യൂഷൻ പഠിച്ചതുപോലെയും സോയിൽ പൊല്യൂഷൻ എന്താണ്? മണ്ണ് മലിനീകരണം. മനസ്സിലാവുന്നുണ്ടോ? 1000 വർഷം എടുത്താണ് 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടുന്നത്. അപ്പൊ ആ മണ്ണ് നമ്മൾ സംരക്ഷിക്കേണ്ടതില്ലേ? അല്ലെ? 1000 വർഷം കൊണ്ടാണ് 1 ഇഞ്ച് കനത്തിൽ എന്ത് ചെയ്യുന്നത്? മണ്ണിങ്ങനെ തട്ടായിട്ട് വരുന്നത്. അപ്പൊ അത്രയും സമയം എടുക്കും. അപ്പൊ അത് അത്രയും എന്താണ് നമുക്ക് ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സോയിൽ എന്ന് പറയുന്നത്. സോയിൽ നല്ല മണ്ണുണ്ടെങ്കിൽ മാത്രമേ നല്ല കൃഷി ചെയ്യാൻ കഴിയുള്ളൂ. നല്ല കൃഷിക്ക് നല്ല ഗ്രോത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ വേണം, അല്ലെ? ഫെർട്ടൈൽ ആയിട്ടുള്ള എന്താണ് നല്ല വളക്കൂറുള്ള മണ്ണ് വേണം. അപ്പൊ ഇതെല്ലാം എന്താണ് ലഭിക്കണം. അപ്പൊ അതിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മള് പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ സോയിൽ പൊല്യൂഷന് വേണ്ടിയിട്ട് പ്രകൃതിയെ എന്ത് ചെയ്യുക? സംരക്ഷിച്ചു നിർത്തുക, വലിച്ചെറിയാതിരിക്കുക, സാധനങ്ങളും പ്ലാസ്റ്റിക്കുകളും വലിച്ചെറിയാതിരിക്കുക, പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നത് നിർത്തുക. ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്ത് കിട്ടും? അവിടെ നമുക്ക് എന്താണ്? ദോഷം ആണ്. മനസ്സിലായോ? ഇതാണ് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ജലസ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന മലിനീകരണം. ജലസ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന മലിനീകരണം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? ജലം എത്രത്തോളം എന്താണ് സംരക്ഷിക്കണോ അത്രത്തോളം നമുക്ക് നല്ലതാണ്, അല്ലേ? അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ രാജസ്ഥാനിലെ അതുപോലെ മധ്യപ്രദേശിലൊക്കെ ഉള്ളതുപോലെ എന്താണ് കുടങ്ങളും താങ്ങി നമ്മൾ മൈലുകളോളം നടക്കേണ്ടി വരും, അല്ലെ? ഇപ്പൊ തന്നെ എല്ലായിടവും നമുക്ക് ജലദൗർലഭ്യം അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പൊ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ അമിതമായ എന്താണ് മലിനീകരണം കൊണ്ട് തന്നെയാണ് ജലാശയങ്ങൾ എന്തായി മാറുന്നത്? അമിതമായ മലിനീകരണത്തിന് കാരണമാകുന്നത്. ജലാശയങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. അതിലോട്ട് വേസ്റ്റുകൾ വലിച്ചെറിയാതിരിക്കുക. വീടുകളിലെ വെള്ളം ഒഴുക്കി വിടുന്നത് എവിടെയാണ് നിങ്ങള്? അല്ലെ? നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളാണ്. എവിടേക്കാണ്? നദികളിലോട്ടോ ജലാശയങ്ങളിലോട്ടോ ഒഴുക്കി വിടുന്ന ഏർപ്പാട്. ഇതെല്ലാം ഒരു പരിധിവരെ എന്ത് ചെയ്യുക? കുറയ്ക്കുക, അല്ലെ? ഒരു പരിധിവരെ കുറയ്ക്കുക. ഇതാണ് എന്ത്? വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ജലമലിനീകരണം. ജലസ്രോതസ്സുകളുടെ അമിതമായ എന്താണ് ദുരുപയോഗം കാരണം, അല്ലെ? കന്നുകാലികളെ കുളിപ്പിക്കുക, അലക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതോടുകൂടി നമ്മളെ എന്താണ് ജലസ്രോതസ്സുകൾ വളരെയധികം എന്തായി മാറുന്നു? മലിനീകരണത്തിലോട്ട് മാറുന്നു. വീടുകളിലുള്ള കിണറുകളൊക്കെ എന്ത് ചെയ്യുക? വൃത്തിയായി സൂക്ഷിക്കുക. ക്ലോറിനേഷൻ ചെയ്യുന്ന സമയത്ത് ക്ലോറിനേഷൻ ചെയ്യുക. അതുപോലെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് നമുക്ക് ലഭിക്കുന്നതാണ് വെള്ളം എന്ന് പറയുന്നത്. അതിനെ എന്ത് ചെയ്യുക? സംരക്ഷിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമുക്ക് വാട്ടർ പൊല്യൂഷൻ തടയാനായിട്ട് സാധിക്കും. അപ്പൊ ജല മലിനീകരണം എന്ന് പറയുന്നത് വളരെ ദൗർലഭ്യമാണ്. ജലം ഇപ്പൊ ലഭിക്കാൻ എന്താണ്? നമുക്ക് ദൗർലഭ്യമായിട്ടുള്ള ഒരു കാലങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? മൈലുകളോളം ദൂരം കുടങ്ങളും എന്താണ് മറ്റ് സാധനങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു? വെള്ളത്തിന് വേണ്ടി അലയുന്ന ഒരു ഇന്ത്യയിൽ തന്നെ ഒരു വിഭാഗമുണ്ട്, അല്ലെ? രാജസ്ഥാനിലൊക്കെ വെള്ളത്തിന്റെ അംശം വളരെ കുറവാണ്, ഡ്രൈ ആണ് അവിടെ. അപ്പൊ അവിടേക്ക് എന്താണ് ചൂട് കൂടിയ പ്രദേശങ്ങളിലൊക്കെ ഒരിറ്റ് വെള്ളത്തിനായി അവർ എന്ത് ചെയ്യുന്നുണ്ട്? പല സ്ഥലങ്ങളിലോട്ട് അലയുന്നു. നമുക്ക് സുലഭമായി ഉണ്ടായിട്ട് പോലും നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നില്ല? ജലത്തെ സംരക്ഷിക്കുന്നില്ല, അല്ലെ? വേസ്റ്റ് ആക്കി കളയുകയാണ്. അതിനെ എന്താണ് മാക്സിമം എന്ത് ചെയ്യുന്നു? ടോർച്ചർ ചെയ്യുന്ന, ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ പൊക്കോണ്ടിരിക്കുന്നു. ഇതാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയെല്ലാം ഒരു പരിധി വരെ എന്താണ് പ്രകൃതിയിലെ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? വാട്ടർ പൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ വാട്ട് ഈസ് എഫക്ട് ഓഫ് എൻവയോൺമെന്റ് ഹ്യൂമൻ സൊസൈറ്റി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? എയർ പൊല്യൂഷൻ, മനസ്സിലാവുന്നുണ്ടോ? എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ. ഈ 4 പൊല്യൂഷൻ എങ്കിലും എക്സാമിന് എന്ത് ചെയ്യുക? എഴുതുക. ഈ ഒരു പാഠത്തിന് എസ്സേ ഉണ്ട് എങ്കിൽ ഇതായിരിക്കും ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് എൻവയോൺമെന്റ് ഓൺ ഹ്യൂമൻ സൊസൈറ്റി? ഹ്യൂമൻ സൊസൈറ്റിയിലെ എന്താണ് പരിസ്ഥിതിയിലും എന്താണ് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ ഏതൊക്കെ ആണെന്നാണ്.
ക്ലിയർ അല്ലേ? എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ. ഈ 4 എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എക്സാമ്പിളുകൾ കൂടെ എഴുതി വെക്കുക. മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ചാപ്റ്റർ 22 ആണ് സൊസൈറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഡിഫൈൻ എൻവയോൺമെന്റ്. എന്താണ് ഡിഫൈൻ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്? എൻവോൺ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന പദം ഉണ്ടായത്. സറൗണ്ടിങ്സ് എന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം എന്താണ്? ചുറ്റുപാട് എന്നാണ്. ക്ലിയർ അല്ലേ? നമുക്ക് എൻവയോൺമെന്റിനെ 3ആയിട്ട് തിരിക്കാം. ഭൗതിക പരിസ്ഥിതി എന്നും, അല്ലെ, ഭൗതിക പരിസ്ഥിതി എന്നും ജൈവിക പരിസ്ഥിതി എന്നും സാംസ്കാരിക പരിസ്ഥിതി എന്നും തിരിക്കാം. ഭൗതിക പരിസ്ഥിതിയിൽ ഏതൊക്കെ വരും? വായു, ജലം, കാലാവസ്ഥ, പാറ, മണ്ണ്, സോയില്, കല്ല്, മണ്ണ്, പാറ, ഇതൊക്കെ എന്തിൽ വരും? ഭൗതിക പരിസ്ഥിതി വരും. ജൈവിക പരിസ്ഥിതിയിലോ മനുഷ്യർ, ഹ്യൂമൻ ബീയിങ്, ആനിമൽസ്, പിന്നെന്താണ്? ട്രീസ്, ബിഗ് ട്രീസും സ്മോൾ ട്രീസും ഒക്കെ എന്തിൽ വരും? ജൈവിക പരിസ്ഥിതി. സാംസ്കാരിക പരിസ്ഥിതിയിലോ വെൽത്ത് അല്ലെ, അതുപോലെ തന്നെ സോഷ്യൽ, എക്കണോമിക്, അതുപോലെ പൊളിറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്തിൽ വരും? സാംസ്കാരിക പരിസ്ഥിതിയിലോട്ട് വരും. ക്ലിയർ അല്ലേ? ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഡിഫൈൻ, ഡിസ്ക്രൈബ് ദ സ്റ്റേജസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് എൻവയോൺമെന്റ്. മനുഷ്യനും അതുപോലെ തന്നെ എന്താണ് പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. എങ്ങനെയാണ്? ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗാദറിംഗ് ആണ്. വേട്ടയാടലും ഭക്ഷ്യശേഖരണവും ഉണ്ടായിരുന്നു മനുഷ്യനും സൊസൈറ്റിയിലെ പ്രകൃതിയും തമ്മിൽ. പിന്നെ എങ്ങനെയാണ്? അനിമൽ ഡൊമസ്റ്റിക്കേഷൻ ആണ്. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു. പിന്നെ പ്ലാന്റ് ഡൊമസ്റ്റിക്കേഷൻ, എന്താണ്? നമ്മുടെ സസ്യങ്ങളെയും ഇണക്കി വളർത്തിയിരുന്നു. അഗ്രികൾച്ചർ ചെയ്തിരുന്നു, കൃഷി ചെയ്തിരുന്നു. സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രി, സയൻസ്, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അവർ മുന്നോട്ട് വച്ചിരുന്നു. അതുപോലെ തന്നെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വ്യവസായശാലകൾ. ബയോസ്ഫിയർ, എന്താണ് ബയോസ്ഫിയർ? ജീവജാലങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ വാട്ട് ഈസ് സോഷ്യോസ്ഫിയർ എന്ന് ചോദിച്ചാൽ എന്താണ്? മനുഷ്യന് ഒരു സാമൂഹ്യ ജീവിയാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സാമൂഹ്യ ജീവിയാണ്. അതിനെന്തുണ്ട്? ധാരാളം എന്തുണ്ട്? ഫാക്ടേഴ്സും കാര്യങ്ങളുണ്ട്. അവർക്ക് അതിനെയാണ് എന്ത് വിളിക്കുന്നത്? മനുഷ്യൻ ജീവിക്കുന്ന ആ സറൗണ്ടിങ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ സോഷ്യോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഇനി എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഓഫ് എൻവയോൺമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, പൊല്യൂഷൻ ചേഞ്ച് ഉണ്ട്, നാച്ചുറൽ എന്താണ് ഡിസാസ്റ്റർ ഉണ്ട്, ഡീഫോറസ്റ്റേഷൻ ഉണ്ട്, അർബനൈസേഷൻ ഉണ്ട്, ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? ചേഞ്ചസ് ഓഫ് എൻവയോൺമെന്റ് ആണ്. ഇത് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അടുത്തത് എന്താണ്? നമ്മുടെ എങ്ങനെയൊക്കെയാണ് എൻവയോൺമെന്റ് മലിനീകരണത്തിലോട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ. വൃത്തിയായി എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ്. എയർ പൊല്യൂഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത്, സൗണ്ട് പൊല്യൂഷൻ എങ്ങനെയൊക്കെയാണ്, സോയിൽ പൊല്യൂഷൻ എങ്ങനെയാണ്, വാട്ടർ പൊല്യൂഷൻ എങ്ങനെയാണ്, ഇതെല്ലാം എന്ത് ചെയ്യുക? പഠിക്കുക. മനസ്സിലായോ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടുവരുന്നത്. വൃത്തിയായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഇതിന്റെ നോട്ടും കൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമാണ് എങ്കിൽ നിങ്ങൾ നോട്ട് എന്ന് എന്ത് ചെയ്യുക? കമന്റ് സെക്ഷനിൽ നമ്മൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ പരിചയത്തിലുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. പരീക്ഷകൾ അടുത്ത് നമുക്കറിയാം. ഇന്ന് നമുക്ക് NIOSന്റെ എന്താണ് ഒക്ടോബർ ബാച്ചിലെ കുട്ടികളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഒരു പക്ഷേ കുറെ പേര് എഴുതിയിട്ടുണ്ടായിരിക്കാം, അല്ലെ? അപ്പൊ നിങ്ങളെല്ലാം ചിലപ്പോൾ പാസ്സായ കുട്ടികളായിരിക്കാം. അതുപോലെ തന്നെ ബാക്കി അല്ലെങ്കിൽ രണ്ടാമത്തെ സെക്ഷനിലോട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കാം. എന്തായാലും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് മേഖലയാണ് NIOSലെ +2 എന്ന് പറയുന്നത്. അത് നമ്മൾ അല്പം ഒരു 100% ഒരു 80% നിങ്ങളൊന്ന് പ്രവർത്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഈസി അല്ലേ? നമ്മൾ പഠിക്കുന്ന ഓരോ പാഠഭാഗങ്ങളും കുഞ്ഞിലേ നമ്മൾ പഠിച്ച് മറന്നുപോയ കാര്യങ്ങളാണ്. അതിനെ ഒന്ന് നമ്മൾ പൊടിതട്ടി റിഫ്രഷ് ആയി എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക? പഠിക്കുക. ക്വസ്റ്റ്യൻ തരുമ്പോഴും അതുപോലെ തന്നെ പോർഷൻസ് എടുക്കുമ്പോഴും ക്വസ്റ്റ്യന് ചെറിയ എന്താണ് ഒരു നോട്ടായിട്ട് നിങ്ങൾ ഒന്ന് എഴുതി പഠിക്കുക. അല്ല എങ്കിൽ കേട്ട് പഠിക്കുക. ലെക്ചർ നോട്ട് എഴുതി പഠിക്കുന്നവർക്ക് അങ്ങനെ നോക്കി പഠിക്കുക. എങ്ങനെ ആയാലും നമ്മുടെ എയിം എന്താണ്? പഠിച്ച് എന്ത് ചെയ്യുക? ജയിക്കുക, അല്ലെ? ഇത് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സെക്ടറുകളിൽ നമുക്ക് എന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്ത് നമുക്ക് വേറെ ജോലിക്കൊക്കെ പോകാനായിട്ട് സാധിക്കില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി എന്ത് സംശയം ഉണ്ട് എങ്കിലും ഞങ്ങളുടെ കോളേജിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോണ്ടാക്ട് ചെയ്യാം. കോളേജ് വരുന്നത് നെയ്യാറ്റിൻകരയിൽ കളിയിക്കാവള പോകുന്ന റോഡിൽ വാമപുത്ര ബിൽഡിങ്ങിന്റെ ടോപ്പിലാണ്.
റീഗൽ കോളേജ് നെയ്യാറ്റിൻകര എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ കമന്റ്സ് ഞങ്ങളെ അറിയിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നോട്ട് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പൊ നിങ്ങൾക്ക് നോട്ടും കാര്യങ്ങളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരും. അതുപോലെ തന്നെ എക്സാമിന് വരുന്ന അവസാന സമയത്ത് എക്സാമിന് വരുന്ന ആ ഒരു റിവിഷൻ ക്ലാസ്സും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോളേജിലോട്ട് കോൺടാക്ട് ചെയ്ത് കോളേജിൽ വന്ന് പഠിക്കാം. അല്ലായെങ്കിൽ ഓൺലൈനായിട്ട് ചൂസ് ചെയ്യാം എന്നുള്ളവർക്കാണ് ഓൺലൈനായിട്ട് ചൂസ് ചെയ്യാം. അല്ല ഓഫ്ലൈനാണ് താല്പര്യമെങ്കിൽ ഓഫ്ലൈനായിട്ട്. അതൊക്കെ എന്തായാലും നിങ്ങളുടെ ഇഷ്ടമാണ്. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അതുപോലെ ഒരു പുതിയ ക്ലാസ് വരെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു.